പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഉണ്ണിക്കണ്ണൻ നമസ്കാരം. നമസ്കാരം ഏട്ടാ. നമസ്കാരം. ശരിക്കും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആദ്യം കാണുന്നത് അല്ലെങ്കിൽ എല്ലാവരും അറിയുന്നത് ഒരു വിജയ് ആരാധന നിലയിലാണ് അല്ലെ? അതെ അതെ. അവിടെയൊക്കെ പോകുമ്പോൾ ഉണ്ണിക്കണ്ണ പറഞ്ഞൊരു വിളിയ തൃശ്ശൂർ റൗണ്ടാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും വീട്ടിൻ്റെ അവിടെയുള്ള നെന്മാർ അയിലൂരാണെങ്കിലും അത് കിട്ടിയത് എനിക്കല്ല കിട്ടിയത് ഏട്ടാ, വിജയണ്ണനാണ് അത് കിട്ടിയത്. വൈറലാവണം എന്നുള്ള ആഗ്രഹത്തിലാണോ ഇതൊക്കെ ചെയ്തു തുടങ്ങിയത്? എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. വിജയണ്ണനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് സിനിമകൾ കണ്ടിട്ടോ അല്ലെ? ഇനിയിപ്പോ രാഷ്ട്രീയത്തേക്ക് ഇറങ്ങാം, ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോ ഇഷ്ടം നഷ്ടപ്പെടും. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. എനിക്ക് ഒരു കാര്യം കൂടെ പറയണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് തമിഴില് രജനി സാറ്, കമൽ സാറ്, പിന്നെ ചിമ്പണ്ണൻ, രാഘവ ലോറൻസ് അണ്ണൻ, സൂര്യണ്ണൻ എല്ലാവരും കൂടെ അഭിനയിക്കുന്നില്ല. മലയാളത്തെ ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപേട്ടൻ, പൃഥ്വിരാജേട്ടൻ, പിന്നെ ആസിഫൊക്കെ എല്ലാവരും കൂടെ എനിക്ക് അഭിനയിക്കണം. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? വിജയണ്ണൻ പറഞ്ഞൊരു വാക്കെടുത്തിട്ടാണ് നനച്ച വണ്ടിയെ കുറിച്ചൊരു അല്ലെ ആ ഒരു വാക്ക് പറഞ്ഞു. പക്ഷെ ഇന്ന് അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. എല്ലാം വിധിയുടെ വിളയാട്ടം. തമിഴിൽ ഇപ്പോഴും ആഗ്രഹം തോന്നുന്നത് എന്തുകൊണ്ടാ? അവിടെ സജീവമാവണം തോന്നുന്നത് എന്തുകൊണ്ടാ? എല്ലാ മലയാളം തമിഴും ഒക്കെ അഭിനയിക്കണം, എന്നിട്ട് എൻ്റെ മംഗലുണ്ടാമി തന്നെ കൂടണമെന്ന് എൻ്റെ ആഗ്രഹം. തമിഴിൽ അങ്ങനെ പഠിച്ച ഏറ്റവും പറയാൻ ഇഷ്ടമുള്ള ഒരു ഡയലോഗ് ഏതാ ശരിക്കും? ഉസ്പേത്തനവർക്ക് ടൊമ്മണ്ണും കടുപ്പേത്തനവരെ കമ്മണിരുന്ന വാഴക്ക ജമ്മെന്ന് പോക കിരിയെടുത്ത് എവ്വളോ വേണേയും കാണവർക്കണം. ஆனால் அந்த காணம் തളക്കിറക്ക കൂടാതെ. ഞാൻ കുറച്ച് വിജയണ്ണന്റെ പോസ്റ്ററുകൾ കാണിക്കട്ടെ. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എന്നിട്ട് അത് ഏത് സിനിമയിലെയാണെന്നുള്ളത് പറയാൻ പറ്റുമോ? ഓക്കെ, കേട്ടോ. തുള്ളാതെ മനം തുള്ളു. ജോസഫേ, എന്തുകൊണ്ടത്? അല്ല, സോറി ഏട്ടാ, കേട്ടോ. അടുത്ത് കാണിക്കട്ടെ. വേട്ടക്കാരൻ. എന്റെ കർത്താവേ, എന്താ മാഷേ? ഒരു ചെറിയ മിന്നലെ പോയി പോയി. അല്ല, പോക്കിരി. പോക്കിരി. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ഓക്കെ, അടുത്ത്. ഈ സ്റ്റൈല് ഭയങ്കര അപൂർവ വിജയണ്ണം വന്നിട്ടുള്ളൂ. പെട്ടെന്ന് കിട്ടേണ്ടതാണ്. കിട്ടിയോ? ഒന്നുകൂടെ നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ഇല്ല, സുറയിലായിരുന്നു ക്യാരക്ടർ. ഇത് തലൈവാ. അല്ല, ഇത് തലൈവാ. കിടിലൻ മാസ് ഡയലോഗ് പറഞ്ഞിട്ട് തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ശരി. ഉണക്കൊണ്ണും പോലീസുകാരൻ പത്താതറ വേറെ വേറെ വേട്ടക്കാരൻ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.